എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധീഷ് തരൂർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കര അമ്പലത്തിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നാളെയാണ് ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴുകൽ. എല്ലാ ഭക്തജനങ്ങളെയും ചോറ്റാനിക്കര ക്ഷേത്ര സന്നിധിയിലേക്ക് സഹൃദയം ക്ഷണിക്കുകയാണ്. അപ്പോൾ ചോറ്റാനിക്കര മകത്തോടനുബന്ധിച്ച് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഒരു സാറ് കൂടുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സാറിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് കടന്നില്ല. എൻ്റെ പേര് ബിജു. ഞാൻ ചോറ്റാനിക്കര അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഈ വർഷത്തെ ചോറ്റാനിക്കര മഹം തൊഴിൽ നാളെയാണ്. നാളെ ഏകദേശം രാവിലെ 4 മണിയോടുകൂടി നട തുറക്കുന്നതും 11 മണിക്ക് നട അടയ്ക്കുകയും അതിനുശേഷം മകം അലങ്കാരത്തിനായി നട അടച്ച ശേഷം 2 മണിയോടുകൂടി മകം തൊഴിൽ ആരംഭിക്കുന്നതാണ്. ഏകദേശം 10:30 ഭക്തർക്ക് ദർശനം കൊടുക്കാനാണ് സൗകര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദേവസ്വവും ക്ഷേത്രോപദേശക സമിതിയും ചേർന്ന് വിപുലമായ സൗകര്യങ്ങൾ ഈ പ്രാവശ്യം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് ബാരിക്കേഡ്, പന്തലിൻ്റെ പണികളൊക്കെ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, എക്സൈസ്, ആരോഗ്യം, പോലീസ്, അങ്ങനെ ഫോറസ്റ്റ്, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒത്ത് ഇണക്കിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോകുന്നത്. എല്ലാ സൗകര്യങ്ങളും, അതായത് വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യാനുസരണം അവർക്ക് വേണ്ട വെള്ളം, ഭക്ഷണം, തൊഴുതു മടങ്ങുന്നവർക്ക് ഉപ്പുമാവ്, അതുപോലെ മോരും വെള്ളം, അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഈ ഇത്രയും വലിയ വേനൽ ചൂടിൻ്റെ ഇതിൽ അവർക്ക് കൊടുക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ പ്രാവശ്യം ദേവസ്വവും ക്ഷേത്രോപദേശക സമിതിയും തമ്മിൽ ഒരുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ 2 മണിക്ക് തുടങ്ങി 10:30 വരെ, മുൻകാലങ്ങളിലൊക്കെ 9:30 വരെയായിരുന്നു. ഈ പ്രാവശ്യം 1 മണിക്കൂറുകൂടെ കൂട്ടി 10:30 വരെ നമ്മളെ ദർശന സമയം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ക്ഷേത്രോപദേശക സമിതിയും എല്ലാം കൂടിയാണ് ഞങ്ങൾ ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ച് വോളണ്ടിയേഴ്സിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മഹോത്സവം നല്ല രീതിയിൽ കൊണ്ടാടണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചരിത്രപ്രസിദ്ധമായ മകം തൊഴിൽ നാളെയാണ്. ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ക്ഷേത്രോപദേശക സമിതിയും ചോറ്റാനിക്കര ദേവസ്വവും അതുപോലെ ഗ്രാമപഞ്ചായത്തും എല്ലാം ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തീർത്തിട്ടുണ്ട്. ഏകദേശം എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ചോറ്റാനിക്കര ക്ഷേത്രത്തിന് മുൻവശത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസിൻ്റെയും വാളണ്ടിയേഴ്സിൻ്റെയും എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ മകം തൊഴാൻ വരുന്നവരെ കൃത്യമായിട്ട് പാലിക്കണം. അവർക്ക് വേണ്ട എല്ലാ ഒരുക്കളും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട്. ഈ മകം തൊഴൽ വളരെ നല്ല രീതിയിൽ നടക്കുന്നതിനായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴുകാൻ എല്ലാ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി ഹാർദമായി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തും. നിങ്ങളെവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് ഇവിടെ വാങ്ങുന്നു. ഗുഡ് ബൈ. സുധീഷ് തരൂർ.